ഇന്നത്തെ വീഡിയോ ഒരു മോർണിംഗ് വ്ളോഗാണ്. രാവിലെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഡോണയും അമ്മയും നല്ല വർത്തമാനത്തിലാണ്. ഇങ്ങനെ അമ്മ ഓരോ കാര്യങ്ങൾ അവളുടെ അടുത്ത് ഇങ്ങനെ ചെവിയിൽ പറയുന്നുണ്ട്. അപ്പോൾ അവളത് ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട്. ഞാനും ഉണ്ട് റേത്ത്. അപ്പോൾ ചെറിയൊരു മഴയൊക്കെ പെയ്യുന്നുണ്ട്. പുലർച്ചെ ഒരു 6:30 6 മണി ആ സമയത്താണ് കേട്ടോ ഞങ്ങൾ മുറ്റത്തിരിക്കണത്. അപ്പോൾ ഞാനും ഇങ്ങനെ ഓരോരോ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡോണയ്ക്ക് വയറിന് ചെറിയൊരു പ്രശ്നമുണ്ട്. ഭക്ഷണം ശരിക്കും കഴിക്കണില്ല. അപ്പോൾ അവളുടെ കൂടെ കുറച്ച് നേരം ഇരിക്കുകയാണ്. അപ്പോൾ അത് കാരണം ചെറിയൊരു വിഷമമുണ്ട്. പിന്നെ പത്രം വന്നു. പത്രമൊക്കെ ഡോണ തന്നെ പോയി വാങ്ങും. പത്രക്കാരൻ്റെ നിന്ന് പത്രം പോയി വാങ്ങും. അതുപോലെ തന്നെ പാല് വന്നാലും അവൾ പോയി വാങ്ങും. പിന്നെ ഇതൊക്കെ അവളെ പണ്ടേ തൊട്ട് തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങൾ അവൾക്ക് ഇഷ്ടമാണ്. പിന്നെ ഇതാണ് അവളുടെ ഒരു സിറപ്പ്. ഇത് വയറ് അപ്സെറ്റായ കാരണം വയറൊന്ന് സെറ്റാവാനായിട്ട് ഉള്ള സിറപ്പാണ്. സുക്രാഫിൽ എന്ന് പറയും. ഇത് നമുക്കും കഴിക്കാൻ പറ്റണതാണ്. അപ്പോൾ ഇവൾക്കുണ്ട് ആ മരുന്ന്. അപ്പോൾ ഞാൻ രാവിലെ പാല് കാച്ചിയിട്ട് കൊടുക്കും. അപ്പോൾ പാല് കുടിക്കില്ല ചിലപ്പോൾ. അപ്പോൾ ഞാൻ ഇത് കഴിച്ച് കഴിഞ്ഞാൽ അവൾ പാൽ എന്തായാലും കഴിക്കും. അപ്പോൾ സിറപ്പ് കൊടുക്കുകയാണ്. സിറപ്പും കഴിക്കാൻ മടിയാണ്. പക്ഷെ നമ്മൾ കുറച്ചങ്ങോട്ട് നിർബന്ധിച്ച മരുന്നൊക്കെ കഴിക്കും. ഓൾറെഡി അവൾക്ക് എന്നും സിറപ്പുകൾ കഴിക്കാനുണ്ട്. വൈറ്റമിൻസിൻ്റെ ഒക്കെ സിറപ്പ് കഴിക്കാനുണ്ട്, ബ്ലഡൊക്കെ വെക്കാനായിട്ട്. അപ്പോൾ അതുപോലെ അവൾ ഇതും കഴിക്കും. അങ്ങനെ പാലൊക്കെ തിളപ്പിച്ച് ഇവളുടെ ഇഷ്ടത്തിനാണ് പാല് നമ്മൾ ചെറിയൊരു ചൂടോടുകൂടി നന്നായി ആറ്റി അത്രയ്ക്കും വലിയ കാര്യമായിട്ടാണ് ഇവളുടെ ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാറ്. അപ്പോൾ പാല് തിളച്ചതിൽ നിന്നും കുറച്ച് പാല് ഇവൾക്ക് മാറ്റുന്നുണ്ട്. പിന്നെ ഞാൻ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇവളുടെ കാര്യത്തിന് പ്രത്യേകം ശ്രദ്ധ കൊടുക്കാറുണ്ട്. കാര്യം എനിക്ക് അത്രയ്ക്കും വലിയ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡോണയുടെ കാര്യങ്ങൾ. അപ്പോൾ രാവിലെ എണീറ്റാൽ തന്നെ എപ്പോഴും ഇവൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മളെപ്പോലെ തന്നെ നമ്മളുടെ ഒരു വീട്ടിലത്തെ അംഗം പോലെ തന്നെയാണ് ഡോണ എന്ന് പറയുന്ന ഒരാൾ. അപ്പോൾ അവൾക്ക് ഇങ്ങനെ വയ്യാണ്ടിരിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ചെറിയൊരു വിഷമമൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മുഖത്തൊരു ചെറിയൊരു ഫേസ് പാക്ക്, ചെറുപയർ പൊടിയും റോസ്മേരി വാട്ടറൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് അതിട്ടു. അപ്പോൾ രാവിലെ അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ അവളെ നോക്കൽ. അവളപ്പോൾ ഇങ്ങനെ ഫുള്ളും ഇന്നാക്റ്റീവായിട്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ആൾ ഓടിച്ചാടി അവിടെ തല്ലുകൂട്ടല്ല, അവിടെ നശിപ്പിച്ച് ഇവിടെ നശിപ്പിച്ച് അങ്ങനൊരു ആകപ്പാടെ ഭയങ്കര ആക്റ്റീവായി നടക്കണ ആൾ ഇപ്പം അധികം അങ്ങോട്ട് അനക്കില്ല. ഒരു സൈഡിൽ അങ്ങനെ ഇരിക്കുക, ഉറങ്ങുക, അല്ലെങ്കിൽ ക്ഷീണിച്ചിരിക്കുക. അപ്പം നമുക്കും ഒരു വല്ലാത്ത വിഷമമായിരിക്കും. അപ്പോൾ 2 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട്. അപ്പോൾ ഞാനിങ്ങനെ നിർബന്ധിച്ച് കൊടുക്കുകയാണ് കുറച്ച് പാല് കുടിക്കാനായിട്ടേ. അപ്പോൾ അവളാണെങ്കിൽ അങ്ങനെ അധികം ശ്രദ്ധിക്കണമെന്നില്ല. ഞാൻ പാത്രം കൊണ്ട് വയ്ക്കുമ്പോൾ അവൾ മാറിപ്പോവുക. എന്നിട്ട് പിന്നെ ഞാൻ കുറച്ച് നേരം മാറി നിന്നപ്പോൾ അവൾ പാലൊക്കെ എടുത്ത് കുടിച്ചു. പിന്നെ പാല് ഫുള്ളും കുടിച്ചു. ആ ദിവസം പാല് മാത്രമേ കുടിച്ചുള്ളൂ. പിന്നെ ഡോക്ടറെ കണ്ടു വന്നതിന് ശേഷം മരുന്നൊക്കെ കൊടുത്തപ്പോൾ ഓക്കെ ആയി വന്നു. അങ്ങനെ ഡോണയുടെ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ വേഗം റെഡി ആയിട്ട് ക്ലാസ്സിൽ പോകാനുള്ള കാര്യങ്ങൾ ചെയ്യാണ്. എന്താണെങ്കിലും ക്ലാസ് മിസ്സാക്കണ്ടെന്ന് വിചാരിച്ചു. പിന്നെ മാത്രമല്ല നാളെ തൃശ്ശൂർ പൂരമാണ്. അപ്പോൾ എന്താണെങ്കിലും തൃശ്ശൂർ പൂരത്തിൻ്റെ തലേ ദിവസമല്ലേ. അപ്പോൾ തൃശ്ശൂർ റൗണ്ടിൽ തന്നെയാണ് സംഭവം. അപ്പോൾ ക്ലാസ്സിൽ പോണത്. അപ്പോൾ ബ്ലോക്കൊക്കെ ആയ കാരണം ചിലപ്പോൾ നേരത്തെ വിടും. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താണെങ്കിലും ക്ലാസ്സിൽ പോവാം. ഡോണയുടെ കാര്യം നമുക്കൊരു ചെറിയൊരു ടെൻഷൻ ഉണ്ടെങ്കിലും അത് കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് പോണത്. പിന്നെ വൈകിട്ട് എന്തായാലും വന്നാൽ അപ്പം തന്നെ ഡോക്ടറെ കണ്ട് നമുക്ക് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയാമല്ലോ. അപ്പം അങ്ങനെ ഞാൻ ഭക്ഷണമൊക്കെ വേഗം കഴിക്കുകയാണ്. പിന്നെ സമയം നേരം വൈകി. അപ്പോൾ ബസ് പോവും. അപ്പോൾ ഓൾറെഡി ചെറിയൊരു ബ്ലോക്കൊക്കെ ഉണ്ട് തൃശ്ശൂർ. ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിൻ്റേതായ തിരക്കുകളൊക്കെ ഉണ്ട്. പിന്നെ ചെറിയൊരു മഴയും കൂടി ഉണ്ട്. മഴ തോർന്നു, എന്നാലും എപ്പം മഴ പെയ്യുമെന്ന് അറിയില്ലല്ലോ. അപ്പം അങ്ങനെ ഞാൻ ഇറങ്ങി. സാധാരണ ഇറങ്ങണ സമയമാകുമ്പോൾ കുറച്ച് തിരക്കാണ്, ഓട്ടത്തിലാണ്.
അങ്ങനെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരി, എന്നാൽ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. താങ്ക് യു.